അപ്പോഴേക്കും അവിടെ തെങ്ങിൽ നിന്നൊരു തേങ്ങ താഴത്തോട്ട് വീണു. രണ്ടുപേരും അത് കാണുകയും ചെയ്തു. ഇത്രയും വലിയ തേങ്ങയോ? ഇത്രയും മേളിന്ന് വീണിട്ട് പൊട്ടിയില്ലല്ലോ അത്. എന്റെ വീടിനും ഇത്രയും കരുത്തുണ്ടായിരുന്നെങ്കിൽ. ഇത് കേട്ട് മിങ്കുന്റെ തലയിൽ ഒരു ഐഡിയ വന്നെന്ന് തോന്നുന്നു. അപ്പൊ തന്നെ അവൻ ആ തേങ്ങയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് തേങ്ങയുടെ അവിടെ സ്വന്തം ചുണ്ടുകൊണ്ട് കൊത്താൻ തുടങ്ങി. അങ്ങനെ തേങ്ങയിൽ ഒരു തുള വീണു. അപ്പോഴേക്ക് അതിൽ നിന്നും വെള്ളം വന്നു. ഒരു പക്ഷേ പിങ്കു പക്ഷിയുടെ വലിയ പ്രശ്നത്തിന് ഈ നാളികേരം കൊണ്ട് പരിഹാരം കാണാനായേക്കും. പിന്നെ എന്താ, മിങ്കു വുഡ്പെക്കർ അവന്റെ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ തുടങ്ങി. തേങ്ങയുടെ അകത്ത് അവന്റെ ചുണ്ട് വച്ച് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അവന്റെ ചുണ്ട് വെച്ച് കൊത്തി കൊത്തി അവിടെ ഒരു തുളയായി. പിങ്കു പക്ഷി, ഇങ്ങോട്ട് വരൂ. മിങ്കു ചേട്ടാ, ദാ വരണു. ഈ നാളികേരം കൊണ്ടുള്ള കൂടൊന്ന് നോക്ക്. ഇത് ഞാൻ നിനക്ക് വേണ്ടി ഉണ്ടാക്കിയതാ. എന്ത്, തേങ്ങയുടെ വീടോ? ശരി, ഞാൻ നോക്കാം. ഇത് പറഞ്ഞുകൊണ്ട് ടീനുക്കിളി ആ തേങ്ങയുടെ വീടിന്റെ അകത്തേക്ക് പോയി. ആഹാ, ഇതിന്റെ അകം കാണാൻ വെള്ളയും നല്ല മൃദുവുമാണല്ലോ. ഇതിൽ കിടക്കാനും ഉറങ്ങാനും ഒക്കെ നല്ല സുഖായിരിക്കും. അവള് പറയുന്നത് അവന് കേൾക്കാനും പറ്റി. അങ്ങനെ അവന് സന്തോഷമായി.